രക്ഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. എങ്ങനെയൊക്കെ നമ്മെ രക്ഷിക്കാമോ, എത്രത്തോളം നമ്മെ അനുഗ്രഹിക്കാമോ അത്രത്തോളം അനുഗ്രഹിക്കണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. എന്താ കാരണം? ഈശോനെ പറയുവാണ്, സ്വർഗത്തിലെ നമ്മുടെ ദൈവം നമ്മുടെ അപ്പനായ ദൈവം. എന്നാലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു നല്ല അപ്പനും നല്ല അമ്മയ്ക്കും തങ്ങളുടെ മക്കളെ സ്നേഹിച്ച് അങ്ങ് ബോറടിക്കുമോ? അല്ലെങ്കിൽ ഇത്രയും സ്നേഹിച്ച് മതി എന്ന് തോന്നുമോ? ഇല്ല. ഏതൊരപ്പനും ഏതൊരു നല്ല അപ്പനും നല്ല അമ്മയ്ക്കും എത്രത്തോളം മക്കളെ സ്നേഹിച്ചാലും മതി വരില്ല. എത്രത്തോളം മക്കളുടെ സ്നേഹം അനുഭവിച്ചാലും അവർക്ക് മതി വരില്ല. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, വീണ്ടും വീണ്ടും നമ്മെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, ആ സ്നേഹത്തിന്റെ പ്രതിഫലനം എന്നോണം എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം സ്നേഹിക്കുന്നു, തിരിച്ചും നമ്മളും ദൈവത്തെ സ്നേഹിക്കണം. അതാണ് സ്നേഹത്തിന്റെ പ്രതിഫലനം. അപ്പൊ ആ പ്രതിഫലനം എന്നോണം നമ്മോട് ചെയ്യാൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഈശോ നമ്മളെ വലിയ ത്യാഗം എടുത്ത് കുരിശുമേ കടന്ന് മരിച്ചാണ് സ്നേഹിച്ചത്. അത്രയും വലിയ ത്യാഗമൊന്നും എടുക്കാൻ ഈശോ നമ്മോട് പറയില്ല, നിസ്സാര ചില കാര്യങ്ങളൊക്കെ ചെയ്യാനേ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ഈ സ്നേഹത്തിന്റെ, വലിയ ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനം എന്നോളം നമ്മോട് ചെയ്യാൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അത് നമ്മൾ ചെയ്യാൻ മനസ്സ് കാണിക്കുമ്പോൾ കർത്താവ് നമ്മെ കൂടുതൽ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് അനുഭവിക്കാൻ കഴിയും. ഈ ഒരു വലിയ ദൈവസ്നേഹത്തോട് നന്ദി പറഞ്ഞ് ഒന്ന് സ്തുതിച്ചു പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് വിശുദ്ധ യോഹന്നാൻ അപ്പസ്തോലൻ തന്റെ 1-ാം ലേഖനത്തിൽ ഈ ദൈവ സ്നേഹത്തിന്റെ പ്രതിഫലനമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ച് പറയുക. 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ വാക്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പരസ്പരം സ്നേഹിക്കാം, എന്തെന്നാൽ സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ്. സ്നേഹിക്കുന്ന ഏവനും ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, അവൻ ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, കാരണം ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അപ്പോ യോഹന്നാൻ അപ്പസ്തോലൻ പറഞ്ഞു വെക്കുന്ന എന്താണ്? ഈ ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ് നമ്മൾ പരസ്പരം സ്നേഹിക്കണം. അപ്പൊ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മിലുണ്ട്, അല്ലെങ്കിൽ ദൈവം നമ്മിലുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. എന്താ? അടുത്ത വാക്യം വചനം പറയുവാണ്, നമ്മൾ വായിച്ചു കേട്ടല്ലോ, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. അപ്പൊ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ, ദൈവം ഉള്ളിലുണ്ടോ, അതിന്റെ ലക്ഷണമാണ്, അതിന്റെ പ്രതിഫലനമാണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കും. ഇനി ആരെയാ സ്നേഹിക്കുന്നത്? ഈശോ പറഞ്ഞു, സ്നേഹിതനെ തിരിച്ചു സ്നേഹിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അതിപ്പോ ദുഷ്ടന്മാരുടെ ഇടയിലും ഏറ്റവും വലിയ ക്രൂരന്മാരുടെ ഇടയിലും അവർ പരസ്പരം സ്നേഹമുള്ളവര് ഈ ക്രൂരകൃത്യം ചെയ്യാൻ വേണ്ടി, തിന്മ ചെയ്യാൻ വേണ്ടി തന്നെ കുറച്ചുപേർ ഒന്നിച്ചു കൂടുന്നുണ്ടല്ലോ, അവരുടെ ഇടയിൽ ഒരു സ്നേഹമുണ്ട്. അപ്പൊ ആ സ്നേഹത്തെക്കുറിച്ചല്ല പറയുക, മറിച്ച് എല്ലാവരെയും സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയാം. ദൈവം സ്നേഹിക്കുന്ന പോലെ ദുഷ്ടരെയും ശിഷ്ടരെയും ഒരുപോലെ സ്നേഹിക്കുന്നതിനെ കുറിച്ച് പറയാം. ഒരു പക്ഷെ നമ്മെ വേദനിപ്പിച്ച ചില വ്യക്തികളുണ്ടോ, അവരെയും സ്നേഹിക്കുന്നതിനെ കുറിച്ച് വചനം പറയാം. ഇന്ന ദിവസം ഈ സ്വർഗീയ സംഗീതം എന്ന കർത്താവിനെ പാടി സ്തുതിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൃപകൾ സ്വീകരിക്കുന്ന ഈ മഹനീയ ശുശ്രൂഷയിൽ നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോകുന്ന ഗാനം അതാണ്, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ. ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിച്ചു സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഇത് പാടി പ്രാർത്ഥിക്കുമ്പോൾ ഇതിന് വലിയൊരു അർത്ഥമുണ്ടേ. എന്താ അർത്ഥം എന്നറിയോ? കർത്താവ് ആവശ്യപ്പെടുക നമ്മൾ ക്ഷമിക്കണമെന്ന്. കർത്താവ് ആവശ്യപ്പെടുന്ന പോലെ നമുക്ക് ക്ഷമിച്ച് സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരാമെന്ന് പറഞ്ഞ ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. അതെല്ലാം നമുക്ക് കിട്ടണ വഴിയാണ് നമ്മൾ ക്ഷമിച്ച് സ്നേഹിക്കാന്നുള്ളത്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ചോദിച്ച് ഗാനത്തിന്റെ വരിയോട് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സാധിക്കുമെങ്കിൽ ഇരു കരങ്ങളൊക്കെ നെഞ്ചോട് ചേർത്ത് വെച്ചേ, ഈശോയുടെ മുഖമെന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഇതൊരു പ്രാർത്ഥനയാണ്, ഒരു പ്രാർത്ഥനാ ഗാനമാണ്. പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ഗാനത്തിന്റെ വരികോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ക്ഷമിക്കാൻ സ്നേഹിക്കാൻ എന്നെ നീ പഠിപ്പിക്കണം.
ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ ആഗ്രഹത്തോടെ ആവർത്തിച്ചു പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ. ഈശോയെ എന്റെ ദൈവമേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഈ ആഗ്രഹത്തോടെ വലിയ ദാഹത്തോടെ എന്റെ ഈശോയെ ക്ഷമിക്കുവാൻ, ക്ഷമ കൊടുക്കുവാൻ, എന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കുവാൻ, അവരെ സ്നേഹിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ അനുഗ്രഹിക്കാൻ, എന്നെ പഠിപ്പിക്കണേ. ഈശോ എന്നെ കുരിശിൽ കടന്നുകൊണ്ട് പോലും തന്നെ കുത്തി മുറിവേൽപ്പിച്ച ഓരോ വ്യക്തികളോടും ക്ഷമിച്ചവനാണല്ലോ. അങ്ങനെ വലിയ മാതൃക കാണിച്ചെന്ന് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിസ്സാരങ്ങളൊക്കെ ആയിട്ട് എന്നെ വേദനിപ്പിച്ചവര്, എൻ്റെ കാലുവാരിയവര്, എൻ്റെ കുടുംബത്തെ വേദനിപ്പിച്ചവര്, എൻ്റെ സൽപ്പേന് ദോഷം വരുത്തിയവര്, ഈശോയെ അവരോടൊക്കെ ക്ഷമിക്കുവാൻ, ആത്മാർത്ഥമായിട്ട് ക്ഷമിക്കുവാൻ, ഈശോയെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണേ. ആഗ്രഹത്തോടെ ഈ പ്രാർത്ഥനയോടെ എല്ലാവരും ചേർന്നൊന്ന് പാടിക്കേ, പാടി പ്രാർത്ഥിച്ചേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ ഈശോയെ എന്റെ ദൈവമേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ ആവർത്തിച്ച് ക്ഷമിക്കുവാൻ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ദൈവത്തിന്റെ വചനം വീണ്ടും നമ്മോട് പറയുവാണ്, 10 മുതൽ വാക്യങ്ങൾ. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. എന്താ യഥാർത്ഥ സ്നേഹം? ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ചുമ്മാ നമ്മെ അനുഗ്രഹിച്ച ദൈവത്തെ നമ്മൾ സ്തുതിക്കുക മാത്രം ചെയ്യുന്നത് അത് വലിയ സ്നേഹമൊന്നുമല്ല. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്, പക്ഷെ അതല്ല വലുത്. എന്താ യഥാർത്ഥ സ്നേഹം? എന്താ വലിയ സ്നേഹം? നമ്മൾ പാപം ചെയ്ത്, നമ്മൾ ഈശോയെ കുത്തി മുറിവേൽപ്പിച്ചിട്ടും, നമ്മൾ അനുസരണക്കേട് കാണിച്ച് ദൈവത്തിന് അകന്നു പോയിട്ടും, കർത്താവിന് വിരുദ്ധമായിട്ട് നമ്മൾ പല കാര്യങ്ങളും പറയുകയും ചെയ്യുകയും വിചാരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈശോ നമുക്ക് വേണ്ടി മരിച്ചു. അതാണ് സ്നേഹം എന്ന് പറഞ്ഞ്. എന്താ സ്നേഹം? സ്നേഹമെന്ന് പറയുന്നത് മുറിവേൽക്കുന്നതാ. സ്നേഹമെന്ന് പറയുന്നത് രക്തം ചിന്തുന്നതാ. സ്നേഹം എന്ന് പറയുന്നത് വേദന ഏറ്റെടുക്കുന്നതാ. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുവാണ്, ഈ ഈശോ സ്നേഹിച്ച പോലെ നമ്മുടെ സഹോദരൻ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹിക്കാൻ പറ്റണം, നമ്മുടെ ജീവിത പങ്കാളി നമുക്ക് സ്നേഹിക്കാൻ പറ്റണം, നമ്മുടെ മക്കളെ നമുക്ക് സ്നേഹിക്കാൻ പറ്റണം. എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി മുറിവേൽപ്പിക്കപ്പെടാൻ, ത്യാഗം കൊടുക്കാൻ, സങ്കടം കൊടുക്കാൻ, ഭാരം കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അതാണ് യഥാർത്ഥ സ്നേഹം. ഇങ്ങനെ സ്നേഹിക്കാനുള്ള, ഭാരം എടുക്കാനുള്ള, മുറിവേൽക്കാനുള്ള ആ ഒരു നല്ല മനസ്സ് വേണ്ടി ആഗ്രഹിച്ച് ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മുറിവേൽപ്പിക്കപ്പെടുമ്പോ, നമ്മുടെ പ്രിയപ്പെട്ടവരെ കൊണ്ട് വേദന സഹിക്കുമ്പോ, ആ വേദന ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് പ്രാർത്ഥനയാക്കി മാറ്റുകേ, പ്രാർത്ഥനയാക്കി മാറ്റി നമ്മുടെ പ്രിയപ്പെട്ടവർ കൊടുത്തേ, അത് നമ്മുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിലും വലിയ അനുഗ്രഹമായിട്ട് മാറും. അങ്ങനെയെങ്കിൽ ഇതാ ഗാനത്തിന്റെ വരിയിൽ അടുത്ത് നമ്മോട് പറയുവാണ്, സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ, നൊമ്പരം എന്നിനുള്ളിലേറുമ്പോൾ അവരോട് ക്ഷമിക്കാൻ, ആ വേദന എടുത്തുകൊണ്ട്, ആ തിരസ്കാരം എടുത്തുകൊണ്ട് അവരെ സ്നേഹിക്കാൻ, ആ വേദന സമർപ്പിച്ച് അവർക്ക് പരിശുദ്ധാത്മ നൽകാൻ എന്നെ പഠിപ്പിക്കണേ. അപ്രകാരമാണ് ഈശോ നമ്മെ സ്നേഹിച്ചത്. അപ്രകാരം സ്നേഹിക്കാനുള്ള കൃപ ചോദിച്ച് ചേർന്നൊന്ന് പാടിക്കേ, പാടി പ്രാർത്ഥിച്ചേ. സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ, നൊമ്പരമെന്നുള്ളിലേറിടുമ്പോൾ, സ്വയം പ്രിയപ്പെട്ടവരെനിക്ക് വേദനയായിട്ട് മാറുമോ? സ്നേഹിതരെന്നെ
സ്നേഹിക്കേണ്ടവർ എൻ്റെ ഉള്ളിൽ വേദന നൽകുമ്പോ ഈശോയെ സ്നേഹിതരെന്നെ തിരസ്കരിക്കുമ്പോൾ നൊമ്പരമെന്നുള്ളിലേറി അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ക്ഷമിക്കുവാൻ നൽകാൻ എന്നെ പഠിപ്പിക്കണേ. ആഗ്രഹത്തോടെ ആവർത്തിച്ച് പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. സ്നേഹിതർക്ക് വേണ്ടി വേദന ഏറ്റെടുത്തുകൊണ്ട് മാത്രമായില്ല, ആ വേദന പ്രാർത്ഥനയാക്കി മാറ്റണം. സന്തോഷത്തോടെ സ്വീകരിച്ച് ദൈവകരങ്ങളിലേക്ക് ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ചിട്ട് അത് പരിശുദ്ധാത്മാവിന് നേടാനുള്ള ഒരു കാരണമാക്കി മാറ്റണം. അപ്പൊ അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇരു കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് നിന്റെ പ്രിയപ്പെട്ടവരെ മനസ്സിലേക്ക് കൊണ്ടുവന്നേ. നിന്റെ പ്രിയപ്പെട്ടവർ, നിന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലൊക്കെ നിനക്ക് വേദനയായിട്ട് മാറുന്നെങ്കിൽ, നീ അങ്ങോട്ട് സ്നേഹിച്ചിട്ടും ഏറെ സ്നേഹിച്ചിട്ടും ഏറെ ഉപകാരങ്ങൾ ചെയ്തിട്ടും ഇങ്ങോട്ടേക്ക് തിരസ്കാരം കിട്ടുന്നുവെങ്കിൽ, നിന്നെ വേദനിപ്പിക്കുന്നെങ്കിൽ, ചില ദുശ്ശീലങ്ങൾക്ക് അടിമയായിട്ട് മാറിക്കൊണ്ട് നിന്റെ ചില പ്രിയപ്പെട്ടവർ നിനക്ക് വേദന നൽകുന്നെങ്കിൽ, അവരൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ. എന്നിട്ട് പറഞ്ഞ്, ഈശോയെ, ഇവരെ ഞാൻ ഇനിയും സ്നേഹിക്കും. ഈ ഞാൻ സ്നേഹിക്കുമ്പോഴൊക്കെ തിരസ്കാരം കിട്ടുമ്പോൾ കിട്ടുന്ന ആ വേദന, എൻ്റെ ഉള്ളിലുണ്ടാകുന്ന വേദന, അത് ഈശോയുടെ കുരിശോട് ചേർത്ത് വെച്ച് അവർക്ക് തന്നെ സമർപ്പിക്കുക. എന്തിനു വേണ്ടി സമർപ്പിക്കുന്നു? അവർ പരിശുദ്ധാമെന്നറിയണം, അവർ പരിശുദ്ധാമെന്നറിയണം. അങ്ങനെ അവർ ഈ തെറ്റു മനസ്സിലാക്കി തിരുത്താൻ ഇടയാക്കണം. ആഗ്രഹിച്ച് സമർപ്പിച്ച് ഏറ്റവും വലിയ പ്രാർത്ഥിച്ച്, കർത്താവേ കർത്താവേ, എന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള എന്റെ ഈ വേദനകൾ നിന്റെ കുരിശിനോട് ചേർത്ത് സമർപ്പിക്കുന്നു. ഈശോയെ, ഇതവർക്ക് അനേക മടങ്ങ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ കാരണമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, എനിക്ക് എന്റെ പ്രാർത്ഥനയ്ക്ക് എന്റെ വേദനകൾക്ക് വലിയ വിലയൊന്നുമില്ലെങ്കിലും അങ്ങയുടെ തിരുമുറിവിനോട് തിരുരക്തത്തോട് ഇവ ചേർത്ത് വെക്കുമ്പോ വലിയ വിലയുള്ളതായിട്ട് മാറുമല്ലോ. ഈശോയെ, ഈശോയെ, എന്റെ ഈ കൊച്ചു വേദനകൾ, എന്റെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഈ വേദനകൾ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർ എനിക്കെതിരെ പരദൂഷണം പറഞ്ഞപ്പോ, കുത്തുവാക്കുകൾ പറഞ്ഞപ്പോ, അവഗണിച്ചപ്പോ എനിക്കുണ്ടായ ഈ വേദനകൾ ഈശോയെ നിന്റെ തിരുമുറിവുകളോട് ചേർത്ത് വെച്ച് സമർപ്പിച്ച് ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഈശോയെ, അവർക്ക് പരിശുദ്ധാത്മ നിറവിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെന്ന് പാടിക്കേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. വീണ്ടും ദൈവത്തിന്റെ വചനം പറയുന്നു, 1 പത്രോസ് 2:19 അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദന ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമായി മാറും. നോക്കിക്കേ, അന്യായമായിട്ട് പീഡിപ്പിക്കപ്പെടുമ്പോ അത് അനുഗ്രഹത്തിന്റെ കാരണമായിട്ട് മാറാൻ വഴിയുണ്ട്. ദൈവത്തിന്റെ വചന പറയുക. ചെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹ കാരണമായിട്ട് മാറും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ക്ഷമിച്ച് ആ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം. അപ്പോ അനുഗ്രഹ കാരണമായിട്ട് മാറും. ഗാനത്തിന്റെ വരികള് ഈ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ്. നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോ ക്ഷമിക്കാൻ, സ്നേഹിക്കാൻ ഈശോയെ എന്നെ പഠിപ്പിക്കണേ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ പാടിക്കേ. നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ ന്യായമില്ലാതെ ജീവിതത്തിലേക്ക് വന്ന തിന്മകളെ മുന്നിൽ കണ്ട് ചെന്ന് പാടിക്കേ. നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ
ലഭിക്കുമ്പോൾ ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ നന്മകൾ ചെയ്തിട്ടും തിന്മ ലഭിക്കുമ്പോൾ ന്യായമില്ലാതെ ഞാൻ സഹിച്ചിടുമ്പോൾ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ വിഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ ഈശോയേ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. വിശുദ്ധ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം ദൈവത്തിന്റെ വചനം പറയാണ്, തന്റെ നിത്യമഹത്വത്തിലേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ വിളിച്ചിരിക്കുന്ന അനുഗ്രഹദാതാവായ ദൈവം നിങ്ങളെ അല്പകാലത്തെ സഹനത്തിന് ശേഷം പൂർണ്ണരാക്കുകയും സ്ഥിരീകരിക്കുകയും ശക്തരാക്കുകയും ചെയ്യും. നോക്കിക്കേ, ദൈവത്തിന്റെ വചനം വലിയൊരു വാഗ്ദാനം പറയുക. അല്പകാലത്തെ സഹനം കർത്താവ് അനുവദിക്കുന്ന എന്തിനു വേണ്ടിയാ? നമ്മളെ പൂർണ്ണരാക്കാൻ വേണ്ടിയാ, നമ്മെ ശക്തരാക്കാൻ വേണ്ടിയാ, നമ്മെ ദൈവകൃപയിൽ സ്ഥിരതയുള്ളവർ ആക്കാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ നമ്മുടെ സഹനത്തെയോർത്ത് സന്തോഷത്തോടൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എന്റെ ജീവിതത്തിൽ ഈ സഹനത്തെ കുറിച്ച് ഈശോയ്ക്ക് ഒരു പദ്ധതിയുണ്ട്. അതെന്നെ പൂർണ്ണനാക്കാൻ വേണ്ടിയാ, എന്നെ സ്ഥിരീകരിക്കാൻ വേണ്ടിയാ, എന്നെ കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടിയാ. ഈ ഒരു വിശ്വാസത്തോടെ ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഗാനത്തിന്റെ വരികോട് ചേർന്ന്, കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, ഈശോയെ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഇങ്ങനെ പാപത്തിലേക്ക് വീണാൻ, കോപത്തിലൂടെ മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാൻ എനിക്ക് ഇടയാകരുത് ഈശോയെ. അതിനു മുമ്പേ ക്ഷമിച്ച് അവരെ സ്നേഹിക്കാൻ എന്നെ പഠിപ്പിക്കണം. ഈ ദൈവവചനത്തിന് വാഗ്ദാനം എനിക്ക് നേടിയെടുക്കണം. ആഗ്രഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ ഈശോയെ എന്റെ ദൈവമേ, കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, കോപമേറുമ്പോൾ, ഞാൻ പാപം ചെയ്യുമ്പോൾ, സോദര ഹൃദയത്തെ നോവിക്കുമ്പോൾ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. പലപ്പോഴും ശരീരത്തിന്റെ വേദന നമുക്ക് സഹിക്കാനും തരണം ചെയ്യാൻ എളുപ്പമാണ്. പക്ഷേ മനസ്സിലുണ്ടാകുന്ന വേദനയാണ് തരണം ചെയ്യാൻ ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ വചനത്തോട് ചേർന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുക. അമ്മ പോലും മറന്നു എന്ന് തോന്നുമ്പോ, എല്ലാവരും ഉപേക്ഷിച്ചു തോന്നുമ്പോ, ഒരാൾ പോലും എന്നെ മനസ്സിലാക്കാനില്ല, ഒരാൾ പോലും എൻ്റെ കൂടെ നിൽക്കാനില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിലും ഇതാ ദൈവത്തിന്റെ വചനം പറയുക, നിന്നെ കാണുന്നൊരു ദൈവമുണ്ട്, അമ്മയെപ്പോലെ നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലേക്ക് ഈ സാഹചര്യം അനുവദിക്കുന്ന ദൈവം നോക്കിയിരിക്കുക, ഈ സാഹചര്യത്തെയും വിശ്വാസത്തോടെ മറികടക്കാൻ നിനക്ക് പറ്റണുണ്ടോ? മറികടന്ന് കഴിയുമ്പോ വലിയ അനുഗ്രഹമായിട്ട് കർത്താവ് നമ്മെ കാത്തിരിക്കുന്നു. ഇതാ ജോബിന്റെ പുസ്തകമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവരും ഉപേക്ഷിച്ചു, സ്വന്തമായിട്ടുള്ള എല്ലാം നഷ്ടപ്പെട്ടു, സ്വന്തം ഭാര്യ പോലും ദൈവത്തെ ശപിക്ക്, എന്നിട്ട് പോയി ചാവ് എന്ന് പറയുന്ന ശാപവാക്ക് പറയുന്ന സമയം ഒരാളും മനസ്സിലാക്കാനില്ല, ഒരാളും കൂടെ നിൽക്കാനില്ല. അകലേന്ന് വന്ന കൂട്ടുകാർ പോലും അവനെ കണ്ടിട്ട് നീ തെറ്റുകാരനാ, നീ കുറ്റവാളിയാ, അല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ സംഭവിക്കില്ല, നിനക്ക് കുറെ രഹസ്യ പാപങ്ങളുണ്ട്, നീ മറ്റുള്ളവരുടെ മുമ്പിൽ നീതിമാൻ നടിച്ചുവെങ്കിലും നീ പാപിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കുറ്റപ്പെടുത്തുക. ഒരാളും ഇല്ല ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. പക്ഷേ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു.
ദൈവം അവനെ ഉപേക്ഷിച്ചെന്ന് എല്ലാവരും പറഞ്ഞുവെങ്കിലും ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദര സഹോദരി, അങ്ങനെയുള്ള സാഹചര്യത്തിലും നമ്മുടെ കൂടെയുള്ളവരെ, തള്ളിപ്പറയുന്നവരെ, അവഗണിക്കുന്നവരെ, ഒഴിവാക്കുന്നവരെ അവരോട് ക്ഷമിച്ച് അവർക്ക് അനുഗ്രഹമായിട്ട് മാറാൻ കൃപയറിയുന്ന പ്രാർത്ഥിക്കാം. നമുക്കറിയാലോ, അവസാനം ദൈവം ജോബിന്റെ കൂട്ടുകാരോട് പറയുവാണ്, നിങ്ങൾക്ക് ശിക്ഷ കിട്ടാതിരിക്കണമെങ്കിൽ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ജോബ് തന്നെ തള്ളിപ്പറഞ്ഞ കൂട്ടുകാർക്ക് അവസാനം അനുഗ്രഹമായിട്ട് മാറുക. ഗാനത്തോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. അമ്മ പോലും മറന്നു തോന്നുമ്പോൾ, ആന്തര ദുഃഖത്തെ തളർന്നിടുമ്പോൾ ഈശോയെ അപ്പോഴും ക്ഷമിക്കാനും സ്നേഹിക്കാനും അനുഗ്രഹമായിട്ട് മാറാനും എന്നെ പഠിപ്പിക്കണേ. അമ്മ പോലും മറന്നു തോന്നുമ്പോൾ, ആന്തര ദുഃഖത്താൽ തളർന്നിടുമ്പോൾ, എന്നെ ശക്തിപ്പെടുത്തണേ. അമ്മ പോലും മറന്നു തോന്നും സ്വയം ആന്തര ദുഃഖത്താൽ തളർന്നിടുന്നേ, അനുഗ്രഹിക്കണേ. സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ. ആവർത്തിച്ച് പാടി ക്ഷമിക്കുവാൻ. ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. മുറിവേൽപ്പിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ ഒറ്റപ്പെടുത്തുമ്പോ ഈശോയെ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ. തളർന്നു പോകുമ്പോ, ഞാൻ തകർന്നു പോകുന്ന സമയത്തും ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ. കോപം, വെറുപ്പ്, ദേശം ജ്വലിച്ചു വരുമ്പോഴും ഈശോയെ ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ. ശക്തിയായിട്ട് പ്രതികരിക്കണമെന്ന് തന്നെ പാപം പ്രലോഭിപ്പിക്കുമ്പോ സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ. കളിയാക്കുമ്പോഴും പരിഹസിച്ച് തിരിക്കുമ്പോഴും ഈശോയെ ക്ഷമിക്കാൻ പഠിപ്പിക്കണേ. സ്നേഹിക്കാൻ പഠിപ്പിക്കണേ നാഥ, ക്ഷമിക്കുവാൻ സ്നേഹിക്കാൻ. ആഗ്രഹത്തോടെ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് യേശുനാമത്തിൽ വിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കട്ടെ, ക്ഷമിക്കുവാൻ പഠിപ്പിക്കട്ടെ, സ്നേഹിക്കാൻ പഠിപ്പിക്കട്ടെ. ഈശോയെ 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 യേശുവേ യേശുവേ ശക്തിപ്പെടുത്തുന്ന കർത്താവേ, അനുഗ്രഹിക്കുന്ന കർത്താവേ, ക്ഷമിക്കാൻ പഠിപ്പിക്കണേ, സ്നേഹിക്കാൻ പഠിപ്പിക്കണേ. ഈശോയെ ഈശോയെ യേശുവേ യേശുവേ ഈശോയെ 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 യേശുവേ 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 ഈശോയെ ഈശോയെ. നമുക്ക് അനുദിനം പ്രാർത്ഥിക്കാം. ഈശോയെ ഏത് സാഹചര്യത്തിലും എനിക്ക് ക്ഷമിക്കാനുള്ള കൃപ കിട്ടട്ടെ. എന്നെ കൊത്തി നോവിക്കുന്ന സാഹചര്യം വരുമ്പോൾ, ചില സമയത്ത് പൊട്ടിത്തെറിക്കാനുള്ള വലിയ പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഈശോയെ ശാന്തതയോടെ നിൽക്കാൻ എന്നെ പഠിപ്പിക്കണേ. കർത്താവ് നമ്മെ സഹായിക്കും. നമ്മുടെ ഇപ്പോഴത്തെ പെട്ടെന്നുള്ള കോപവും പെട്ടെന്നുള്ള അസ്വസ്ഥതകളൊക്കെ തരണം ചെയ്യാൻ കർത്താവ് നമ്മെ ശക്തിപ്പെടുത്തും. ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കും.